ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താ വെച്ചാൽ അസ്ത്രം. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും വളരെ രുചികരമായ അസ്ത്രം അഥവാ പുഴുക്ക് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇന്ന് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ ഒട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ പിന്നെ അസ്ത്രം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണ് ഇത്. മത്തൻ, പിന്നെ പച്ചക്കായി, പിന്നെ ചേമ്പ്, പിന്നെ ചേന. ഇത്ര പച്ചക്കറികൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരു ഉള്ളിയും കൂടി ആവശ്യമുണ്ട്, അതും കൂടി എടുത്ത് ഇനി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ വൻപയർ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യം കുക്കറിലോട്ടേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് പിന്നെ ചേർത്താൽ മതിയാവും. ഞാൻ കപ്പ കാണിച്ചില്ലായിരുന്നു, കപ്പയും കൂടി ഇതിലേക്ക് ചേർക്കണേ. അപ്പൊ കപ്പയും ചേനയും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ് ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? അതുപോലെ തന്നെ മത്തനും പച്ചക്കായും അതും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും വൻപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികളെല്ലാം അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഇച്ചിരി മതി. പിന്നെ ഒരു സവാള, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ വേവാൻ ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നേരത്തെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ അധികം പിന്നെ ലൂസായിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കരിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് തേങ്ങ വേണം. തേങ്ങയൊക്കെ കുറച്ച് അധികം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കരുത്, ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ അരച്ചാൽ മതി. ബാക്കി കുറച്ച് തേങ്ങ നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ 3 ചെറിയ ഉള്ളിയും 3 പിന്നെ വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം കൂടി ഞാൻ ചേർത്തിട്ട് തേങ്ങേൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ പോകുന്നുണ്ട്. കരിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതുപോലെ നമുക്ക് ചതച്ചെടുക്കാം. ഇനി പച്ചക്കറിയൊക്കെ വെന്തോന്നൊക്കെ നമുക്ക് നോക്കാം, ഒന്ന് ഇളക്കി നോക്കാം. കപ്പയൊക്കെ നല്ല കപ്പയാണെങ്കിൽ വേഗം വേവും, ഒരു വിസിലിൽ തന്നെ വേവും. ഇനി ഈ അരപ്പ് ഇതിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറി വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റും കൂടിയാണ്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ചാൽ മതി. അധികം അങ്ങ് തിളച്ച് തൂവി ഉണ്ടാക്കരുത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയിലോട്ടേക്ക് നമ്മൾക്ക് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങയൊക്കെ നല്ലപോലെ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു 3 ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക്, പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ കറിയിലോട്ടേക്ക് അങ്ങ് ഒഴിക്കാം. തേങ്ങ നല്ല ബ്രൗൺ ആകണം, ബ്രൗൺ കളർ ആയിട്ട് വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പം എല്ലാം നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എൻ്റെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് കോമ്പിനേഷനായിട്ട് നല്ല കട്ട തൈരും പിന്നെ ബ്രൊക്കോളി ഡിഷും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചാറും കൂടി വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഊണ് ഇതാണ്. അപ്പം എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.